2025 ശനിയുടെ വക്രഗതി കാലഘട്ടം, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. ധനുരാശിയുടെ ഭാഗമായ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ആത്മപരിശോധനയുടെയും പഴയ കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നതിന്റെയും ഫലമായി പുതിയൊരു ഊർജ്ജത്തോടെ മുന്നോട്ടു പോകാനുള്ള വഴിയൊരുക്കും. ശനി കർമ്മത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ്. അതിന്റെ വക്രഗതി അഥവാ പിന്നോട്ടുള്ള യാത്ര നമ്മൾ മുൻപ് ചെയ്ത കാര്യങ്ങളെയും എടുത്ത തീരുമാനങ്ങളെയും വീണ്ടും വിലയിരുത്താനും അതിലെ തെറ്റുകൾ തിരുത്തി ഭാവി ശോഭനമാക്കാനും പ്രേരിപ്പിക്കുന്നു. 2025 ശനി ജൂലൈ 13 മുതൽ നവംബർ 27 വരെയാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഈ യാത്രയുടെ ഒരു പ്രധാന ഭാഗം വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലാണ് സംഭവിക്കുന്നത്. ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഇത് 4ാം ഭാവത്തിലാണ് വരുന്നത്. ഇതിനെ അർദ്ധാഷ്ടമ ശനി അഥവാ കണ്ടകശനി എന്ന് പറയാറുണ്ടെങ്കിലും വക്രഗതിയിലുള്ള ശനി പലപ്പോഴും അപ്രതീക്ഷിതവും ഗുണകരവുമായ ഫലങ്ങൾ നൽകാറുണ്ട്. പഴയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനും അതുവഴി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുമുള്ള സുവർണാവസരമായി ഈ കാലത്തെ കാണാവുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ഈ ബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും പൊതുവായി പൂരാടം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധികൂർമ്മതയും കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള കഴിവുമുള്ളവരാണ്. എന്നാൽ പലപ്പോഴും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. ശനിയുടെ ഈ വക്രഗതി കാലഘട്ടം നിങ്ങൾ തൊഴിൽപരമായ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാൻ സഹായിക്കും. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നു. മുൻപ് പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന പ്രോജക്റ്റുകളോ ഉപേക്ഷിക്കേണ്ടി വന്ന ആശയങ്ങളോ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വലിയ വിജയത്തിലേക്ക് നയിക്കും. ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയും അച്ചടക്കത്തോടെയും പ്രവർത്തിക്കും. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാവുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും. മുൻപ് പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു തരും. ഒരു പക്ഷേ പഴയ കമ്പനിയിൽ നിന്ന് ആകർഷകമായ ഓഫറുകൾ വരാനോ മുൻപത്തെ സഹപ്രവർത്തകർ വഴി പുതിയ സംരംഭങ്ങളിൽ പങ്കാളികളാകാനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംഭാഷണ ചാതുരിയും സൗഹൃദ മനോഭാവവും ഈ കാലയളവിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിവെക്കും. കുറച്ചു കാലമായി സ്ഥാനക്കയറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും. ശനി നീതിയുടെ ഗ്രഹമായതിനാൽ അർഹമായ അംഗീകാരം വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തും. ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറും. ക്ഷമയോടെ കാത്തിരുന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കോ ഇത് വളരെ അനുകൂലമായ സമയമാണ്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന വിസ നടപടികൾ പൂർത്തിയാക്കാനും ആഗ്രഹിച്ച രാജ്യത്ത് തൊഴിൽ നേടാനും സാധിക്കും. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ കണ്ടെത്താനും അതുവഴി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ പൂരാടം നക്ഷത്രക്കാർ ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. എന്നാൽ ശനിയുടെ വക്രഗതി കാലം നിങ്ങളെ കൂടുതൽ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കും. ഇത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു വലിയ നേട്ടമായി മാറും. കുറെ നാളായി തിരികെ കിട്ടാതെ കിടന്നിരുന്ന പണമോ കടം കൊടുത്ത തുകയോ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ വഴികളിലൂടെയോ മധ്യസ്ഥ ചർച്ചകളിലൂടെയോ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ധനുരാശിക്കാരുടെ 4ാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ കാലം ഒരു വീട് വാങ്ങുന്നതിനോ നിലവിലുള്ള വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഉള്ള അവസരങ്ങൾ നൽകും. മുൻപ് വസ്തു ഇടപാടുകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ ഈ കാലയളവിൽ അവയെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമാകും. ശനിയുടെ സ്വാധീനം ദീർഘകാലത്തേക്കുള്ള ശരിയായ നിക്ഷേപം നടത്താൻ നിങ്ങളെ സഹായിക്കും. അതിനാൽ ഈ സമയത്ത് വാങ്ങുന്ന വസ്തുവകകൾ ഭാവിയിൽ വലിയ മുതൽക്കൂട്ടായി മാറും. നിങ്ങളുടെ ക്രിയാത്മകമായ കഴിവുകൾ ഉപയോഗിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പാർട്ട് ടൈം ജോലികളിലൂടെയോ നിങ്ങളുടെ ഹോബികൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നതിലൂടെയോ അധിക വരുമാനം നേടാൻ കഴിയും. പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ കല, ഡിസൈനിങ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ നിന്ന് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് വലിയ വിജയത്തിൽ കലാശിക്കും. പഴയ കടങ്ങൾ വീട്ടുവാനും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനും ഈ കാലയളവിൽ സാധിക്കും. ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും. ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്സാകാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള അടിത്തറ പാകാൻ ഈ കാലം നിങ്ങളെ സഹായിക്കും. സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. ശനിയുടെ വക്രഗതി കാലഘട്ടം പഴയ സൗഹൃദങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും പുനഃപരിശോധിക്കാനും അവയെ കൂടുതൽ ദൃഢമാക്കാനുമുള്ള അവസരങ്ങൾ നൽകും. കുടുംബാംഗങ്ങൾക്കിടയിലോ അടുത്ത സുഹൃത്തുക്കളുടെയിലോ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറാനും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകാനും ഈ കാലം സഹായിക്കും. നിങ്ങൾ മുൻകൈയെടുത്ത് സംസാരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് വഴിവെക്കും. നിങ്ങളുടെ വിശാലമായ മനസ്സ് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരും.
പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാകും. പഴയ പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പരസ്പരം മനസ്സിലാക്കാനും പിന്തുണ നൽകാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് കഴിയും. അവിവാഹിതരായ പൂരാടം നക്ഷത്രക്കാർക്ക് മുൻപ് പരിചയമുള്ള ഒരാളിൽ നിന്ന് വിവാഹാലോചന വരാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. പുതിയൊരാൾ കുടുംബത്തിലേക്ക് കടന്നു വരാനോ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഉണ്ടാകാനോ യോഗമുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയോടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും ബഹുമാനവും വർദ്ധിക്കും. നിങ്ങളുടെ നല്ല പെരുമാറ്റവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളെ നേടിക്കൊടുക്കും. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതും പുതിയ കൂട്ടായ്മകളിൽ പങ്കുചേരുന്നതും മാനസികമായി വലിയ സന്തോഷം നൽകും. ആരോഗ്യകാര്യങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്ത സ്വഭാവം ചിലപ്പോൾ പൂരാടം നക്ഷത്രക്കാർക്കുണ്ടാകാം. എന്നാൽ ശനിയുടെ ഈ കാലഘട്ടം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു പുതിയ ചിട്ടയും ക്രമവും കൊണ്ടുവരാൻ നിങ്ങളെ നിർബന്ധിതരാക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായി കണക്കാക്കാം. ആരോഗ്യത്തിന് ഹാനികരമായ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും പുതിയതും ആരോഗ്യകരവുമായ ഒരു ജീവിതശൈലി ആരംഭിക്കാനും നിങ്ങൾക്ക് ശക്തമായ പ്രചോദനം ലഭിക്കും. യോഗ, ധ്യാനം, വ്യായാമം എന്നിവ ശീലിക്കുന്നത് മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിട്ടുമാറാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നെങ്കിൽ ഈ കാലയളവിൽ ശരിയായ ചികിത്സകളിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും അതിന് ശമനം കണ്ടെത്താൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനാൽ ഭാവിയിൽ വരാനിരിക്കുന്ന പല അസുഖങ്ങളെയും തടയാനും നിങ്ങൾക്ക് കഴിയും. ശനി ആത്മീയതയുടെയും ആന്തരികമായ വളർച്ചയുടെയും കാരകനാണ്. ഈ വക്രഗതി കാലം ആത്മപരിശോധന നടത്താനും ജീവിതത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നേടാനും സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയാനും അത് വളർത്തിയെടുക്കാനും സാധിക്കും. ക്ഷമ, സഹനം, വിവേകം തുടങ്ങിയ ഗുണങ്ങൾ വർദ്ധിക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാനുള്ള മാനസിക ശക്തി നിങ്ങൾ ആർജിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഒരു വലിയ നേട്ടം തന്നെയാണ്. ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പൊതുവായ പരിഹാരങ്ങൾ നോക്കാം. ശനിദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ ഉപവാസം എടുക്കുകയോ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയോ ചെയ്യുക. ശനിക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം, എള്ള്, എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കും അംഗപരിമിതർക്കും സഹായങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. ചുരുക്കത്തിൽ 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു തരത്തിലുള്ള പുനർനിർമ്മാണത്തിന്റെ സമയമാണ്. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി കൂടുതൽ അച്ചടക്കത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കാൻ ഈ കാലം നിങ്ങളെ പ്രേരിപ്പിക്കും. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നീ എല്ലാ മേഖലകളിലും പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അതുവഴി പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള നിങ്ങളുടെ കഴിവ് ഈ കാലയളവിൽ പൂർണ്ണമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ സാധിക്കും.